മീനോട്ട് തീയാണ്. അമ്പും വില്ലും ചാർത്തലുണ്ട്, ഗത ചാർത്തലുണ്ട്, പടമാലുണ്ട്, വെറ്റിലമാലുണ്ട്. ഇതൊക്കെ ഉണ്ട്. സാമർത്ഥ്യത്തിനും അക്ഷരശുദ്ധിക്കും അന്നൊക്കെയോ അത് വേണം. കുറച്ച് വാക്സാമർത്ഥ്യം കൂടെ വേണം. പോരാഞ്ഞിട്ടോ അക്ഷരശുദ്ധി ഉണ്ട്. അക്ഷരശുദ്ധി ഉണ്ട്, അങ്ങനെ സംഭവിച്ചു. അതെ, അതെനിക്കും അറിയാം. അതെ. എന്താ മുന്നിലിരിക്കാണ്ട് അടിക്കുക തന്നെ, കുഞ്ഞാവെന്നെ അടിക്കുക. എന്താ ചെയ്യണം ഞാൻ കുഞ്ഞാവനെ? നിങ്ങൾ പറയൂ. ഒരു 2 അടി അങ്ങോട്ട് കൊടുത്താലോ? അടിക്കട്ടെ ഞാൻ? വേണ്ട, അതിന് മുന്നിലിരിക്കുന്നോണ്ടല്ലേ, അമ്മൂനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതുകൊണ്ടാ വരുമ്പോ കേട്ടോ. മലപ്പുറം രാമപുരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. നാലമ്പല ദർശനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങിയതാണ്. അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കവാടത്തിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തു. ഞങ്ങളിവിടുന്ന് ഒരു ഏകദേശം പറയുകയാണെന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അത്രേ ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മളപ്പോഴത്തേക്കും എത്തിയത് ഇത്തവണ അതീവ നേരത്തെയായി പോയി എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു 4 മണിയാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ എന്താ പറയുക, കർക്കിടക മാസത്തിൽ നേരത്തെ തുറക്കുമെന്ന് വിചാരിച്ചു, അതാ പറ്റിയേ. അതുകൊണ്ട് മഴയൊന്നും കിട്ടാതെ അങ്ങോട്ട് രക്ഷപ്പെട്ടു. പിന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ എത്തി. നമുക്ക് ഇവിടുന്ന് തൊഴുത് അമ്പലത്തിലേക്ക് പോവാം. ഇവിടെ കടയൊന്നും തുറന്നിട്ടില്ല. ഏതാന്നു കട തുറക്കണതിന്റെ മുന്നേ തന്നെ മുത്തശ്ശി കുടുംബസമേതം എത്തിയിട്ടുണ്ട്. അല്ല, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെ ക്ലോസ് ആക്കുന്ന കടയല്ലോ. അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് മഴ ഇല്ലാഞ്ഞ ഭാഗ്യം. അതെ, വേഗം പോവാ. മഴ അങ്ങനെ ഉണ്ടായിട്ടില്ല. വരും കുഞ്ഞാവേ. ഇവിടുത്തെ അമ്പലക്കുളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ തെങ്ങുകളൊക്കെ നിൽക്കുന്നതും അതുപോലെ ഒരു 4 കെട്ട് മോഡലൊക്കെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് അമ്പലക്കുളത്തേക്ക് ഇങ്ങോട്ട് നോക്കി നിൽക്കുക ചെയ്യാറുള്ളത്. ഒരു പ്രത്യേക രസമാണ് കണ്ടിരിക്കാനൊക്കെ, ഒരു പ്രത്യേക ഭംഗിയാണ്. എത്രയാണ് എന്തൊക്കെ പറഞ്ഞാലും അമ്പലക്കുളം കാണുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു, നമ്മളെല്ലാം മതിമറന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ ഒന്ന് നോക്കി നോക്കൂ. ഇപ്പൊ വഴിപാട് കൗണ്ടർ അവിടെ ഉണ്ട്. അവിടെ ആളെത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളിത് വന്നിട്ട് വേണം. അതെ, വന്നിട്ട് വേണം നമുക്ക് ഷീട്ടാക്കാൻ. അമ്പും വില്ലും ചാർത്തലുണ്ട്, ഗത ചാർത്തലുണ്ട്, പടമാലുണ്ട്, വെറ്റിലമാലുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതെ, അതാ എഴുതി വെച്ചിരിക്കണു. എല്ലാതും എഴുതിണ്ടല്ലേ. നിവാഹരണത്തിനും അമ്പും വില്ലും ചാർത്തല്. എന്നാ അത് ചെയ്യാതെ അമ്പും വില്ലും ആദ്യം ചാർത്ത. ഗത ചാർത്തല് പിന്നെ ഹനുമാൻ സ്വാമിക്കല്ലേ ധൈര്യം ഉണ്ടാവാൻ അമ്മയ്ക്ക് കുറച്ച് അത് ചാർത്തിയാലോ ഗത. എനിക്കിപ്പോ എങ്ങനെയാലും ഇതുവരെ ഇത്രയുള്ള ധൈര്യം തന്നെ ഉണ്ടാവുള്ളൂ. ഒരാളിത് അവിടെ ഇരുന്ന് ഗംഭീര എഴുത്താട്ടോ. ഞാൻ അവരെ വായന്ന് ചീത്ത വെക്കുമ്പോ ഹനുമാൻ സ്വാമി. ആരാ? എന്ത് ഷോമോനോ? ഷോമോനോ? ഹനുമാൻ സ്വാമി. ഞാൻ കേട്ടത് ഷോമോനാ. എന്തോ മലയൊക്കെ എടുത്ത് പൊന്തിക്കണുണ്ടോ? വർഷം വെക്കാൻ പോകണം എല്ലാരും. ഷർട്ട് വരില്ലേ? ഉള്ളിൽ എന്നാ നടക്കൂ. കുഞ്ഞാവേ ഒരു ഹായ് കൊടുക്കൂ. എല്ലാരും ഹനുമാൻ സ്വാമിനെ തൊഴുതു വെച്ചോക്കൂ. അല്ല, എല്ലാരും ശ്രീരാമസ്വാമിനെ തൊഴുതു വെച്ചോക്കൂ. ചോദിക്കൂ. തല അല്ല, എല്ലാവരും പറയൂ. ആരെ? ഹനുമാൻ സ്വാമിയെ തൊഴുതു. രാമനെ തൊഴുതു. നിക്കൂ. ഔന്റെ കാല്. ആലുവയിൽ നമ്മൾ ഈ ഒരു നാലമ്പല ദർശനത്തിന് വന്ന കുറച്ച് ചേച്ചിമാരാട്ടോ നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ട് പറഞ്ഞ് ഫോട്ടോ എടുക്കായിരുന്നു നമ്മളിപ്പം. ഇതാണ് കർപ്പൂര തുളസി. അമ്പലങ്ങളിലൊക്കെ അധികം ഉണ്ടാവും, പക്ഷെ നമ്മളവിടെ ഇല്ല. രാമതുളസി. രാമതുളസി. ഇത് കർപ്പൂരത്തിന്റെ വാസന ഉണ്ടാവും. അതിന്റെ വാസന നോക്കൂ. അമ്മ ഇവിടെ ഇരുന്നു. അമ്മ ഇരുന്നു.
പക്ഷെ എന്താ നോക്കണേ? എന്തൊക്കെ വഴിപാടാണ് പടി നോക്കുക, അവിടുത്തെ നോക്കി കുറ്റം നോക്കാം. നാവ് സമർപ്പണം വാക്സാമർത്ഥ്യം, സാമർത്ഥ്യത്തിനും അക്ഷരശുദ്ധി. കുറച്ച് വാക്സാമർത്ഥ്യം കൂടെ വേണം. ഉള്ളത് പോരാഞ്ഞിട്ടോ. അക്ഷരശുദ്ധി ഉണ്ട്, അക്ഷരശുദ്ധി ഉണ്ട്, അവനതിനെ സംഭവിച്ചു. അതെ അതെനിക്കും അറിയാം. അക്ഷരസ്ഫുടതണ്ട്. അതെ, വാക്സാമർത്ഥ്യാണ് കുറച്ച് കുറവ് ഇപ്പൊ. സമർപ്പണം എന്തായാലും 5 മണി വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. നട തുറന്നിട്ട് തൊഴുതിട്ട് പോവാം. അമ്പലം പോവാണ്ടേ. അതെ, നമ്മളത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ മോനോട് പറഞ്ഞില്ലേ, സ്വതവേ നമ്മളെ ഒരുവിധ അമ്പലങ്ങളൊക്കെ 4:30-5 മണിയാവും തുറക്കാൻ. അപ്പൊ അമ്മ പറഞ്ഞു വേഗം പോവാ അമ്മയോ. ഞാൻ 3 മണിക്കന്നെ തുറക്കണ്ടാവും വിചാരിച്ചു. നരസിംഹമൂർത്തിയുടെ നരസിംഹമൂർത്തിയാണല്ലോ ഇവിടെ. അച്ഛന്റെ ഫോണിൽ കണ്ടിട്ട് എങ്ങനെ എങ്ങനെ ഓ സിംഗം എങ്ങനെ സിംഗാക്കിയത്? മനസ്സിലാക്കിക്കോളൂ. അതാണ് പറയണത്. ചോര വരുന്നുണ്ടോ? ഇത് ചെല്ലും. ഞാൻ അവിടെ പോയിട്ട് തൊഴാമ്പോ ചെല്ലാറ്. ഗംഭീരം. ഇവിടൊക്കെ പൂവ് നമ്മള് ഇവിടുത്തെ പൂജക്ക് എടുക്കാനാണ് അല്ലേ? പൂജക്ക് എടുക്കുന്നുണ്ടാവും. പക്ഷെ അഞ്ചർവട്ടം മാത്രമേ ഉള്ളൂ അല്ലേ? ഇത്ര പൂവൊന്നും മതിയാവില്ലല്ലോ. എന്തായാലും ഇത്ര പൂവൊന്നും മതിയാവില്ല. അപ്പൊ കൊറേയൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. കുറെ ഉണ്ടാവും. ശ്രീരാമസ്വാമീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ലക്ഷ്മണസ്വാമീനെ കാണണം എന്നാണല്ലോ പറയാറുള്ളത്. അത് ഇപ്പുറത്തെ സൈഡിലേക്കാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നു കേട്ടോ. നമ്മൾ ശ്രീരാമസ്വാമീനെ കണ്ടു. ഇനി അടുത്തത് ലക്ഷ്മണസ്വാമീനെ കാണാൻ വേണ്ടി വന്നതാണ്. അമ്മയ്ക്ക് പേടിയാണോ, വീഴോ? മുത്തശ്ശി എല്ലാ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ പ്രധാന വഴിപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കും. അത് കാണുമ്പോൾ ഞങ്ങൾക്കും കഴിക്കാൻ തോന്നാറുണ്ട്. അങ്ങനെ ഞങ്ങളും ഇതേപോലെ തന്നെ വഴിപാട് വയ്ക്കാറുണ്ട്. ഇവിടെ നിലവിളക്ക് നെയ്യൊക്കെ ഇട്ടിട്ട് നമ്മൾ നിലവിളക്ക് നമ്മൾ തന്നെ കത്തിച്ച് കൊണ്ടുപോകണതാണ് കേട്ടോ അവിടുത്തെ പ്രധാനം. അപ്പോൾ അങ്ങനെ ലക്ഷ്മണസ്വാമി നല്ല രസമുള്ള അമ്പലമാണ്. ഒരു കുട്ടി അമ്പലമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നന്നായിട്ട് അവർ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അമ്പലം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഇത്രയും ഒന്നും സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. 1 വർഷം കൊണ്ട് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു ഇടപെടലും കൊണ്ടായിരിക്കുമല്ലോ. പിന്നെ അവിടെയും നമ്മളെ വീഡിയോസൊക്കെ കാണാറില്ല. കുറേ പേരെ കണ്ടു, കുറേ പേര് നമ്മോട് സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണെന്നൊക്കെ പറയാറുണ്ട്, നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഭരതസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഫുൾ മഴയാണ് അല്ലേ? നല്ല മഴ ഇവിടെ എത്തിയപ്പോ. മഴ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചതാ, നല്ല മഴ. പോയി നോക്കാം. അതെ അതെ, ഇതിലെ പോകാൻ പറ്റില്ല. ലക്ഷ്മണനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ശ്രീരാമൻ്റെ അടുത്ത് കൂടെ തന്നെയാണ് കേട്ടോ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത്. ഇത് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. അവിടെ ഒരു 3 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. അത്രയും ദൂരം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. ഞാൻ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിന് വരുന്ന കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്ര ദൂരം ഉണ്ടെന്ന് പറയാം. നമുക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 3.5-4 കിലോമീറ്ററിനുള്ളിലാണ് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുക കേട്ടോ. അപ്പോഴത്തേക്കും ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ അത് പോയി കേട്ടോ. അതുകൊണ്ട് ഇത്തവണ നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും ഈ 4 അമ്പലത്തിലും നന്നായി തൊഴാൻ പറ്റി. പക്ഷേ നന്നായിട്ട് തൊഴുതോ ഭരതസ്വാമിയെ? തിരക്കൊന്നുമില്ല. അതെ, തിരക്ക് വരുന്നില്ലേ. അതെ, ഒരുവിധൊക്കെ രാവിലെ വന്ന് പോയിണ്ടാവും ആൾക്കാരൊക്കെ. മഴയല്ലേ വിചാരിച്ചിട്ട്. തിരിച്ച് നമ്മളൊരു കാറ്റാടി പടത്തിന്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ വരിക. ഇനി അടുത്തത് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്. അവിടെയൊക്കെ മറന്നു വെച്ചിട്ട് പോകാണ്ട് മാളും. അപ്പൊ നമ്മളുടെ അവസാനത്തെ ഈ 4 അമ്പല ദർശനത്തിലെ അവസാനത്തെ അമ്പലമായ ശത്രുഘ്നൻ മീനൂട്ട്, അവിടെയാണ്. മീനൂട്ടാണ് വഴിപാട് പ്രധാനമാണ്. പിന്നെ അപ്പം വഴിപാടുകൾ വേറെ ഒക്കെ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ നമുക്ക് നോക്കിയിട്ട് ചീട്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ മാറ്റൊക്കെ വന്നു അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അന്ന് അപ്പം ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. അതെ, ശത്രുഘ്നന്റെ അമ്പലം, ശത്രുഘ്ന ക്ഷേത്രം. ശത്രുഘ്നൻ മീനൂട്ട് ഞാൻ നടക്കും.
ആ ഇവിടെ മീനൂട്ടിന് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. എന്താ എന്ത് വേണ്ടത്? ഇന്ത്യയിൽ ഉണ്ട് കുറച്ച്. ആ ആ കുറച്ച് പേരിന് ചെയ്താ മതിയല്ലോ. ഇവരാകെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. മീനോട്ട് ചെയ്യാണ്. മീന് ഊട്ടാ. ചങ്ങട് തിരി നോട്ടെ. കൈ കാണിക്കൂ, അതില് പാത്രം കാണിക്കൂ. മീനോട്ടിന്റെ അരി. അമ്മ മീനൂട്ടിനെത്തിയോ? അങ്ങനെ ആ കൈ കൊണ്ടല്ല ഈ പാത്രം. മുത്തശ്ശി മീനൂട്ട് നടത്തു. തൃപ്തിയാറൊക്കെ ഒരു പ്ലേറ്റിലാ തരിക. അതെയോ? അരിയൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു പാത്രം അല്ലേ? കുഞ്ഞാക്കിപ്പോ ഇഷ്ടപ്പെടിച്ചെന്നെ. ഇപ്പൊ കളിയെ വിചാരിച്ചോ കുഞ്ഞാവ. മീനുകള് മാമം കണ്ടിട്ടോ കഴിക്കണ്ടേ കുഞ്ഞാവട്ടെ. അതാ നമ്മള് ഇങ്ങനത്തെ ചെറിയൊരു ഇതിലുണ്ടാവുക. 10 രൂപയാണ് കേട്ടോ അതിന്. എല്ലാവരും ഷീട്ടാക്കി കണക്കല്ലരി. ഇനി ഇതാ കൊടുക്കാം. മാമു കഴിച്ചോളൂ പറഞ്ഞോളൂ കുഞ്ഞാവേ. കുഞ്ഞു മീനുകളാ തോന്നുന്നു. അതെ അതെ. മീനൂട്ടൊക്കെ കഴിഞ്ഞു. എല്ലാരും ഇനി തിരിച്ചു പോയി. അപ്പൊ എല്ലാവർക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു മോഹം. അതെ, ഇനി നമ്മള് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. അപ്പൊ എന്തായാലും വലിയ മഴയൊന്നും ഉണ്ടായില്ല. മഴ ഉണ്ടായി കുറച്ച്, പക്ഷെ വല്ലാതെ നമ്മുടെ ബുദ്ധിമുട്ടിച്ചില്ല. ഒരു നിക്കലുമില്ല. അമ്മയോട് ഞാൻ ആദ്യം അപ്പം കഴിക്കാൻ പറഞ്ഞു. ഒരു കഷ്ണം കളയും ചെയ്തു അമ്മ. പോയതോ. പിന്നെ നമ്മളത് അവിടെ അപ്പം വഴിപാടുണ്ട്. അത് ഷീട്ടാക്കി 50 രൂപയാണ് കേട്ടോ. അയ്യോ അങ്ങനെ പോണതാ. അപ്പൊ ഞാനും ഷീട്ടാക്കി. മുത്തശ്ശിയുടെയാണ്. എന്തായാലും പ്രസാദം കഴിക്കുന്ന നല്ലതാണല്ലോ. അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് അവർക്കും കൊടുക്കാം. അപ്പൊ നല്ല സ്വാദുണ്ട് കേട്ടോ. പ്രശ്നം തരൂ. ഒന്നറ്റാണ്ട് കൊണ്ടുപോയി വേണ്ടി പ്രസാദം കൊടുക്കാൻ. നല്ല സ്വാദം. പൊട്ടിച്ചു കുട്ടികൾക്കും കൊടുക്കും. അപ്പൊ ഈ വർഷത്തെ നാലമ്പല ദർശനം ഇതോടുകൂടി കഴിഞ്ഞു. നമുക്ക് അടുത്ത വർഷം വരാം. മഴ ഏതായാലും നമുക്ക് വലിയൊരു ആശ്വാസമായി. മഴ ഇല്ലാതെ അല്ലേ? അതെ.